എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ സംസാരിക്കുന്നില്ല. 9:09 ടൈം. ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഒരു ഡൗണിലാണ് വന്നത്. നിഫ്റ്റി കൂടെ ഒരു സൈഡ് വേസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു സമയത്ത് കുറച്ച് താഴേക്ക് 11 മണിക്ക് ശേഷം താഴേക്ക് പെട്ടെന്ന് വന്ന്, പക്ഷേ ഫുൾ ടൈം ഒരു സൈഡ് വേ എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. ഒരു 65 പോയിൻ്റ് മൈനസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, 460 പോയിൻ്റ് മൈനസിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, കാൾ സൈഡ് കൂടുതലും ഇമ്പോർട്ടൻ്റ് കൊടുക്കാതിരിക്കുക. സ്റ്റോക്കുകൾ കൂടുതലും നിങ്ങൾ ഇനി വാച്ച് ചെയ്യേണ്ടത് ഏത് സ്റ്റോക്കാണ് ഏറ്റവും കൂടുതൽ താഴത്തേക്ക് വരുന്നത് എന്നാണ്. മാർക്കറ്റ് ഏകദേശം 2500 പോയിൻ്റോളം താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട സ്റ്റോക്കുകളൊക്കെ താഴേക്ക് വരും. അപ്പോൾ ക്യാപിറ്റൽ കുറച്ച് കൂടുതലുള്ളവർ ഒരു ഷോർട്ട് ടേമിനൊക്കെ എടുത്തിടാൻ പറ്റിയ സ്റ്റോക്കുകൾ നമുക്ക് അപ്പോൾ നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മേജറായ ഒരു സപ്പോർട്ടിലാണ് വന്ന് നിൽക്കുന്നത്. 50,870 എന്നുള്ള 850 എന്നുള്ള ഒരു മേജർ സപ്പോർട്ടിലാണ് ബാങ്ക് നിഫ്റ്റി വന്നിട്ട് റിട്ടേൺ അടിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാളെ ഇപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നോക്കൂ, നാളെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിക്കൊണ്ട്, അതായത് ഈ ലൈനിന് മുകളിൽ ഓപ്പൺ ആയിക്കൊണ്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോകാം. ഇവിടെ ഒരു മോർണിംഗ് സ്റ്റാർ ഫോം ആയിക്കൊണ്ട്, ബുള്ളിഷ് എൻഗൾഫിൻ ക്യാൻഡിൽ ഫോം ആയിക്കൊണ്ട് മുകളിലേക്ക് തിരിച്ച് പോകാം. ഈ ലൈനിന് മുകളിൽ ഓപ്പൺ ചെയ്ത് താഴെ വന്ന് ഈ സപ്പോർട്ട്, മേജറായ സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് പോയി വീണ്ടും താഴെ അഥവാ വരികയാണെങ്കിൽ നമുക്ക് 51,320 തന്നെ എടുത്ത് താഴേക്ക് വരാം. 51,320 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് എടുത്തു വരാം. അതിനും താഴെ മേജറായ സപ്പോർട്ട് 50,850 ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് താഴേക്ക് എടുത്തു പോകാവുന്നതാണ്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് മേജറായ സപ്പോർട്ടായിട്ട് 50,850 51,320 എന്നുള്ളത് ഇത് റീടെസ്റ്റ് നടത്തി തിരിച്ച് താഴേക്ക് വരുമ്പോൾ മാത്രമേ എടുക്കാൻ പാടുകയുള്ളൂ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് 50,850 എന്നുള്ള ലെവലാണ്. ഒരുപക്ഷെ ഇവിടെ നിന്നും ഒരു ഫേക്ക് ബ്രേക്കൗട്ട് നടത്തിയിട്ട് മാർക്കറ്റ് തിരിച്ചു പോയാലും ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ 1 ഡേ ടൈം ഫ്രെയിമിൽ ഒരു മോർണിംഗ് സ്റ്റാർ ഫോമായിട്ട് മുകളിലേക്ക് പോകാം. നിങ്ങളെപ്പോഴും എല്ലാ ലെവലുകളും 15 മിനിറ്റ് ക്യാൻഡിൽ, 5 മിനിറ്റ് ക്യാൻഡിൽ, 1 മണിക്കൂർ ക്യാൻഡിൽ എല്ലാം വാച്ച് ചെയ്ത് അനലൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ട്രേഡ് എടുത്ത് പോകാൻ പാടുകയുള്ളൂ. ഇനി അഥവാ മുകളിലേക്ക് പോവുകയാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ 51,880 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം. ഇത് 1 അവർ ടൈം ഫ്രെയിമിലാണ്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നമുക്ക് 24,570 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാം. താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ സ്വിങ്ങിന് താഴെ നമുക്കെടുക്കാം 24,200 താഴെ. ഓക്കെ, 24,200 താഴെ ഡൗൺ സൈഡ് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇന്നലെ കൊടുത്ത 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. 1246 ബൈ എൻട്രി ആയിരുന്നു ICIC ബാങ്ക് പറഞ്ഞിരുന്നത്. അതിൽ എൻട്രി ലഭിച്ചിട്ടില്ല. അടുത്ത സ്റ്റോക്ക് പവർ ഗ്രിഡ് ആയിരുന്നു. പവർ ഗ്രിഡ് 340 നമുക്ക് അതിലും എൻട്രി ലഭിച്ചിട്ടില്ല. ഈ വാച്ച് ലിസ്റ്റിലേക്ക് നാളേക്കും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഒരുപക്ഷെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ തന്നെ തുടരുകയാണെങ്കിൽ സ്റ്റോക്കുകളെല്ലാം തന്നെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഓക്കെ, നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ഗണേശ എക്കോസ്പെയർ ആണ്. 1576 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. നാളെ ഇത് ബ്രേക്കൗട്ട് നടത്താനുള്ള, മാർക്കറ്റ് താഴെ പോയാലും ബ്രേക്കൗട്ട് നടത്താനുള്ള സാധ്യതയുണ്ട്. 1569 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 1585, 1590 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തത് ലെമൺ ട്രീ ആണ്. ലെമൺ ട്രീ സ്പെല്ലിംഗ് തെറ്റുണ്ട് കേട്ടോ, ക്ഷമിക്കുക. ലെമൺ ട്രീ 151, 149 ഇപ്പോൾ ഉള്ളത്. 151 ബൈ എൻട്രി പോസിബിളാണ്. 149.5 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 153, 154 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഈ 2 സ്റ്റോക്കുകളും വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ തലേദിവസം കൊടുത്ത സ്റ്റോക്കുകളും വാച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. സുഹൃത്തുക്കളെ, കമ്മോഡിറ്റി ട്രേഡ് കൂടെ നടത്തുന്നതുകൊണ്ടാണ് ഇത്ര ലേറ്റായത്. എല്ലാവരും ക്ഷമിക്കുക. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. ഓക്കെ, ബൈ.